എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ദളിത് ആക്ടിവിസം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണല്ലോ. അംബേദ്കർ ചർച്ചയും ദളിത് ചർച്ചയും വളരെ ശക്തമായ രീതിയിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടെ കേട്ട ഒരു ചർച്ചയാണ് അംബേദ്കറെ എങ്ങനെ വായിക്കാം, അല്ലെങ്കിൽ അംബേദ്കർ എങ്ങനെ വായിക്കപ്പെടണം എന്നുള്ള ഒരു വിഷയമായിട്ടുള്ള ഒരു ചർച്ച. അതിൽ കേരളത്തിൽ ദളിത് ചിന്തകരെന്ന് അറിയപ്പെടുന്ന രണ്ടു പേരാണ് ദളിത് ഭാഗം വിശദീകരിക്കാനായിട്ട് വന്നത്. എതിർ ഭാഗത്ത് ശ്രീജിത്ത് പണിക്കരും ആയിരുന്നു. അപ്പോൾ വിഷയം ഉന്നയിച്ചുകൊണ്ട് ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിന് ആദ്യം മറുപടി പറഞ്ഞത് ശ്രീജിത്ത് പണിക്കരാണ്. ശ്രീജിത്ത് പണിക്കർ നാളിതുവരെ ഈ ദളിത് ആക്ടിവിസ്റ്റുകൾ സ്പർശിക്കാതിരുന്ന ഒരു ഭാഗം അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അംബേദ്കറെ സമഗ്രമായി ചർച്ച ചെയ്യുന്നതിൽ, അവതരിപ്പിക്കുന്നതിൽ ദളിത് ആക്ടിവിസ്റ്റുകളുടെ ഗുരുതരമായ പിഴവാണ് ശ്രീജിത്ത് പണിക്കർ അവിടെ ചൂണ്ടിക്കാണിച്ചത്. അതിനെ വളരെ പരിഹാസത്തോടെയാണ് അവർ നേരിട്ടത്. അത് ഈ ദളിത് ആക്ടിവിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ മുഖത്തേറ്റ ഒരു അടി തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ചളിപ്പ് അവർക്ക് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ അതിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് അവർ ചില വീഡിയോകൾ ന്യായീകരണങ്ങളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതിലൊരു വീഡിയോ കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളുടെ സത്യസന്ധത അത് എത്രമാത്രമുണ്ട് എന്ന് ഒന്ന് പരിശോധിക്കുകയാണ് ഇവിടെ. ആഴത്തിൽ സമഗ്രമായിട്ട് വേണം ഡോക്ടർ ബി ആർ അംബേദ്കറെ നമ്മൾ പരിശോധിക്കാൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം മുസ്ലിം വിരുദ്ധനായിട്ടാണോ ജീവിച്ചത്? മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം സംസാരിച്ചിരുന്ന ഒരാളാണ് അംബേദ്കർ. ഇവിടെ ശ്യാംകുമാർ ചോദിക്കുന്നത് അംബേദ്കർ ഒരു മുസ്ലിം വിരുദ്ധനായിട്ടാണോ ജീവിച്ചത് എന്നാണ്. അംബേദ്കർ ഒരിക്കലും ഒരു മുസ്ലിം വിരുദ്ധനായിരുന്നില്ല. അംബേദ്കർ ഒരു ഹിന്ദു വിരുദ്ധനുമായിരുന്നില്ല. അംബേദ്കർ ആരെയും എതിർത്തിട്ടുമില്ല. അംബേദ്കർ എതിർത്തത് ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനീതിയെയാണ് അംബേദ്കർ എതിർത്തത്. ആ അനീതി മുസ്ലിങ്ങളിൽ കണ്ടപ്പോൾ മുസ്ലിങ്ങളെ അദ്ദേഹം വിമർശിച്ചു. ആ അനീതി ഹിന്ദുക്കളിൽ കണ്ടപ്പോൾ ഹിന്ദുക്കളെയും അദ്ദേഹം വിമർശിച്ചു, ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. ഇസ്ലാമിനെയും അല്ലെങ്കിൽ ഖുറാനെയും ഭഗവത്ഗീതയെയും മനുസ്മൃതിയെയും ഒക്കെ അദ്ദേഹം വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? നീതിയുടെ അടിസ്ഥാനത്തിൽ. അപ്പം നീതി ഉണ്ടാകണം, നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് അംബേദ്കർ സംസാരിച്ചത്. അത് അംബേദ്കർ ആർക്കും എതിരെയല്ല. ക്രിസ്ത്യാനിക്കോ മുസൽമാനോ അല്ലെങ്കിൽ ഹിന്ദുവിനോ എതിരെയല്ല. ഇവിടെ ഈ ദളിത് ആക്ടിവിസ്റ്റുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അംബേദ്കർ ഹിന്ദു വിരുദ്ധനും എന്നാൽ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയുമാണ് എന്ന് സ്ഥാപിക്കാനാണ് ഈ ശ്യാംകുമാർ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അത് നമ്മൾക്ക് കുറച്ചുകൂടി വിശദമായിട്ട് അയാളെ ഒന്ന് കേൾക്കാം. ഇതൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ആ ലേഖനം, അദ്ദേഹത്തിന്റെ എഴുത്തുകളിലേക്ക് നമുക്ക് വളരെ വിശദമായി തന്നെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. 1930 ഡിസംബർ 31 വട്ടമേശ സമ്മേളനത്തിൽ ന്യൂനപക്ഷങ്ങൾക്കായുള്ള ഉപസമിതിയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇപ്രകാരം പ്രസ്താവിച്ചു. ആ പ്രസ്താവന നമുക്കൊന്ന് വായിക്കാം. ഭൂരിപക്ഷ ഭരണം ഉറപ്പാക്കുന്ന ഏതു ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ പേരിലും ആ ഭൂരിപക്ഷ ഭരണം എന്നത് യാഥാസ്ഥിതിക ഹൈന്ദവരുടെ ഭരണമായിരിക്കുമെന്നതിന്റെ സംശയത്തിന്റെ നിഴൽ പോലും ഇല്ലെന്ന് മറ്റു ന്യൂനപക്ഷങ്ങളോടൊപ്പം മർദ്ദിത വിഭാഗങ്ങളും ഭയക്കുന്നു. അപ്പോൾ ഭൂരിപക്ഷ ഭരണം എന്നത് ഒരു സവർണ ഹൈന്ദവരുടെ ഭരണം മാത്രമായി ചുരുങ്ങാൻ പാടില്ല എന്നാണ് അംബേദ്കർ സൂചിപ്പിക്കുന്നത്. നീതിയുടെയും സമത്വത്തിന്റെയും നന്മ നിറഞ്ഞ അന്ധകരണത്തിന്റെയും ശോധന യാഥാസ്ഥിതിക ഹിന്ദു വിശ്വാസങ്ങളോടും മുൻവിധികളോടും കൂടി ഒരു ഭൂരിപക്ഷമായിരിക്കുമെന്നതാണ് ഇതിലെ വലിയ അപകടം. അപ്പൊ ഭൂരിപക്ഷ ഭരണം എന്ന് പറയുന്നത് അത് യാഥാസ്ഥിതിക ഹിന്ദുത്വ ഭരണമായിരിക്കും. അതിനുള്ള സാധ്യതയിലേക്കാണ് അംബേദ്കർ വിരൽ ചൂണ്ടുന്നത്. നിയമരൂപീകരണത്തിലോ ഭരണനിർവഹണത്തിലോ മറ്റു പൊതു പൗരത്വ അവകാശങ്ങളിലോ ന്യൂനപക്ഷങ്ങളോട് വിവേചനം കാട്ടിയേക്കാവുന്നതാണ് മറ്റൊരു വലിയ അപകടം. അതുകൊണ്ട് ഭയപ്പെടുത്തുന്ന വിവേചനം അസാധ്യമായ രീതിയിൽ ന്യൂനപക്ഷങ്ങളുടെ നില സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് 1-ാം വട്ടമേശ സമ്മേളനത്തിൽ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ച ആളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇങ്ങനെയുള്ള ഒരാളെയാണ് അദ്ദേഹം ന്യൂനപക്ഷ വിരുദ്ധനാണ്, മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ അയാൾ പറഞ്ഞു വെക്കുന്നത് അംബേദ്കർ ന്യൂനപക്ഷ വിരുദ്ധനാണ്, മുസ്ലിം വിരുദ്ധനാണ് എന്ന് ഇവിടെ ഹിന്ദുക്കൾ പറഞ്ഞു പരത്തുന്നു എന്നാണ് ഇയാൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഹോർത്തൂസിൽ നടന്ന ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ അംബേദ്കറെ ഒരു ഇസ്ലാം വിരോധിയായിട്ട് ചിത്രീകരിക്കുന്നു, ന്യൂനപക്ഷ വിരുദ്ധനായിട്ട് ചിത്രീകരിക്കുന്നു എന്നാണ് ഇവർ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഹിന്ദുക്കൾ
അംബേദ്കറെ ന്യൂനപക്ഷ വിരുദ്ധനായിട്ട്, അതായത് മുസ്ലിം വിരുദ്ധനായിട്ട് ചിത്രീകരിക്കുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഉണ്ട്. എന്തായാലും അയാൾ ആ വായിച്ച, അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംബേദ്കർ വായിച്ച ആ കാര്യങ്ങൾ വളരെയേറെ വളച്ചൊടിച്ചാണ് വായിച്ചിട്ടുള്ളത്. അത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് അത് എഴുതിയിട്ടുള്ളത് എന്ന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം സംസാരിക്കുന്നതാണ്. ഇന്ത്യയിൽ ഭൂരിപക്ഷ ഭരണം സ്ഥാപിക്കുന്ന ആ ഭൂരിപക്ഷ ഭരണം യാഥാസ്ഥിക ഹിന്ദുക്കളുടെ ഭരണമായിരിക്കുമെന്നതിൽ സംശയത്തിൻ്റെ കണിക പോലുമില്ല. അത് അദ്ദേഹം പറഞ്ഞത് വായിച്ചത് അതിനകത്തുണ്ട്. അത് ശരിയുമാണ്. അതായത് യാഥാസ്ഥിക ഹിന്ദുക്കളുടെ ഭരണമായിരിക്കും. അതായത് ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണം ഇന്ത്യയിൽ ഉണ്ടായാൽ അത് യാഥാസ്ഥിക ഹിന്ദുക്കൾ ഭൂരിപക്ഷം വരുന്ന ഒരു ഭരണമായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? ജനാധിപത്യം എവിടെയും വർക്കൗട്ട് ആകുന്നത് അങ്ങനെയാണ്. ഭൂരിപക്ഷം ആളുകൾ ആരാണോ ആ ഭൂപ്രദേശത്ത് താമസിക്കുന്നത് അവർക്കായിരിക്കും ഭൂരിപക്ഷം സ്വാഭാവികമായിട്ടും. അപ്പോൾ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷം ഉണ്ടാവും, അത് സ്വാഭാവികമല്ലേ? അത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് ജനാധിപത്യ പ്രക്രിയയിലൂടെ ഭരണം വന്നാൽ അവിടെ ജനാധിപത്യം ഇല്ല എന്നുള്ളത് വേറെ വശം, അത് വേറെ വിഷയമാണ്. പക്ഷെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണം വന്നാൽ മുസ്ലിങ്ങൾക്കായിരിക്കും അവിടെ ഭൂരിപക്ഷം, മുസ്ലിങ്ങളുടെ താല്പര്യമായിരിക്കും അവിടെ സംരക്ഷിക്കപ്പെടുക. എന്നതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ്. അപ്പോൾ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹിന്ദുക്കളുടെ ഒരു ഭൂരിപക്ഷം ഉണ്ടാകും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമാണ് അംബേദ്കർ ആ കമ്മിറ്റിയുടെ മുൻപിൽ കാണിച്ചത്. ഇത് ഒരു ഹിന്ദു വിരോധമായിട്ടാണ് ശ്യാംകുമാർ അവതരിപ്പിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാതെ, ഇന്ത്യയിൽ ഭൂരിപക്ഷ ഭരണം സ്ഥാപിക്കുന്ന ആ ഭൂരിപക്ഷ ഭരണം യാഥാസ്ഥിക ഹിന്ദുക്കളുടെ ഭരണമായിരിക്കുമെന്നതിൽ സംശയത്തിൻ്റെ കണിക പോലുമില്ല. ഓക്കെ, ഏതു ഭാവി ഭരണഘടനയുടെയും കീഴിൽ യാഥാസ്ഥിക ഹൈന്ദവ വിശ്വാസങ്ങളും മുൻവിധികളും വച്ചു പുലർത്തുന്ന ആ ഭൂരിപക്ഷം, അപ്പം അങ്ങനെയുള്ള യാഥാസ്ഥിക വിശ്വാസങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം വന്നു കഴിഞ്ഞാൽ നീതിയുടെയും സമത്വത്തിൻ്റെയും നല്ല മനസാക്ഷിയുടെയും കൽപ്പനകൾ ലംഘിക്കുകയെന്ന വൻ വിപത്ത് നിയമനിർമ്മാണത്തിലോ ഭരണനിർവഹണത്തിലോ പൗരന്മാരുടെ മറ്റ് സാമാന്യ അവകാശങ്ങളിലോ ന്യൂനപക്ഷങ്ങൾക്കെതിരായി വിവേചനം പുലർത്തുകയെന്ന വൻ വിപത്ത് പതിയിരിക്കുമെന്ന് മറ്റ് ന്യൂനപക്ഷങ്ങളോടൊപ്പം അധസ്ഥിത വർഗങ്ങൾ ഭയപ്പെടുന്നു. ഇതാണ് അംബേദ്കർ അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് യാഥാസ്ഥിക ഹിന്ദുക്കൾ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന യാഥാസ്ഥിക ഹിന്ദുക്കൾ ഭൂരിപക്ഷമായ ഈ സാഹചര്യത്തിൽ ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ യാഥാസ്ഥികരായിട്ടുള്ള ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം ഉണ്ടാവുകയും അവിടെ നീതിയും സമത്വവും മനസാക്ഷിയും എല്ലാം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് അംബേദ്കർ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മനസ്സിലായി? അതൊരു പൊതു തത്വമാണ്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ന്യൂനത കൂടിയാണ്. അതായത് പ്രത്യേക അജണ്ടകളോടുകൂടി ജീവിക്കുന്ന ഒരു വിഭാഗം ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് അവർ തന്നെയാണ് ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുക്കപ്പെടുക. അപ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളോട് യോജിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർ പീഡനമേൽക്കാം, പീഡിപ്പിക്കപ്പെടാം. അപ്പോൾ അതിന് ഒരു വ്യവസ്ഥയുണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അംബേദ്കർ ആ കമ്മിറ്റിയുടെ മുൻപിൽ ഈ വിഷയം ഉന്നയിക്കുന്നത്. അല്ലാതെ ഹിന്ദു വിരോധം കുത്തി നിറച്ചുകൊണ്ട് സംസാരിക്കുന്നതല്ല അംബേദ്കർ. അത് വളരെ വ്യക്തമാണ് ഇതിനകത്ത്. നീതിയുടെയും സമത്വത്തിൻ്റെയും നല്ല മനസ്സാക്ഷിയുടെയും കൽപ്പനകൾ ലംഘിക്കുക എന്ന വൻ വിപത്ത് നിയമനിർമ്മാണത്തിലോ ഭരണനിർവഹണത്തിലോ പൗരന്മാരുടെ മറ്റു സാമാന്യ അവകാശങ്ങളിലോ ന്യൂനപക്ഷങ്ങൾക്കെതിരായി വിവേചനം പുലർത്തുകയെന്ന വൻ വിപത്ത് പതിയിരിക്കുമെന്ന്
മറ്റ് ന്യൂനപക്ഷങ്ങളോടൊപ്പം അധസ്ഥിത വർഗങ്ങൾ ഭയപ്പെടുന്നു. അപ്പോൾ അംബേദ്കർ ന്യൂനപക്ഷങ്ങൾ എന്ന് സംസാരിച്ചിട്ടുള്ളത് ക്രിസ്ത്യാനിയെയോ മുസൽമാനെയോ സൂചിപ്പിച്ചുകൊണ്ടല്ല. ഇവിടെ ശ്യാംകുമാർ സ്ഥാപിക്കുന്നത് അംബേദ്കർ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് ശ്യാംകുമാർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം അദ്ദേഹം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മറ്റ് ന്യൂനപക്ഷങ്ങളോടൊപ്പം, അതായത് ക്രൈസ്തവരായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ, ഇസ്ലാമിസ്റ്റുകളായ ന്യൂനപക്ഷങ്ങൾ, ബുദ്ധന്മാർ, ജൈനന്മാർ, ഇങ്ങനെ പാഴ്സികൾ, ഇങ്ങനെ സിഖുകാർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റ് ന്യൂനപക്ഷങ്ങളോടൊപ്പം അധസ്ഥിത വർഗങ്ങളും ഭയപ്പെടുന്നു. അധസ്ഥിത വർഗങ്ങൾ ന്യൂനപക്ഷമാണ്. അപ്പോൾ അംബേദ്കർ സംസാരിച്ചത് പ്രധാനമായിട്ടും അധസ്ഥിത വർഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവരും ന്യൂനപക്ഷമായതുകൊണ്ട് അദ്ദേഹം ന്യൂനപക്ഷം എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അതിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സിഖുകാരൊക്കെ ഇൻക്ലൂഡഡ് ആണ്. കാരണം ഭൂരിപക്ഷം അല്ലാത്ത മറ്റു വിഭാഗങ്ങളെ ന്യൂനപക്ഷങ്ങൾ എന്നാണ് അംബേദ്കർ സംബോധന ചെയ്തത്. അതല്ലാതെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു, ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു എന്ന രീതിയിൽ പറയുന്നത് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും വലിയ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. തുടർന്ന് പറയുന്നു, അതുകൊണ്ട് അവർ ഭയപ്പെടുന്ന വിവേചനമുണ്ടാകാത്ത വിധത്തിൽ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി പരിരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാണ് അംബേദ്കർ പറയുന്നത്. അതായത് ഇങ്ങനെ വരുന്ന അല്ലെങ്കിൽ ഹിന്ദു യാഥാസ്ഥികരായിട്ടുള്ള ആളുകൾ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷ ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾ അവർക്ക് വിവേചനമുണ്ടാക്കാത്ത വിധം സാഹചര്യങ്ങൾ പരിരക്ഷിക്കപ്പെടണമെന്നാണ് അംബേദ്കർ പറഞ്ഞത്. അല്ലാതെ അവിടെ ഹിന്ദു വിരോധം കുത്തി നിറച്ചതല്ല അംബേദ്കർ. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഈ സാഹചര്യം, അതായത് വിവേചനം എന്ന ഈ വിപത്ത് എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും പൊതുവിലുള്ളതാണെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഈ വിവേചനം എന്നുള്ളത് ഈ ഭൂരിപക്ഷ ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമൂഹത്തിൽ വിവേചനം എന്നുള്ളത് ബാക്കിയുള്ള എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും പൊതുവിലുള്ളതാണ് എന്നാണ് അംബേദ്കർ പറയുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ മറ്റ് ന്യൂനപക്ഷങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യത്തോട് അധസ്ഥിത വർഗങ്ങളുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ യോജിക്കുന്നു. മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് അംബേദ്കർ യോജിക്കുന്നത്? ശ്യാംകുമാർ പറയുന്നുണ്ടല്ലോ, അംബേദ്കർ മുസ്ലിം വിരുദ്ധനായിട്ടാണോ, മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അംബേദ്കർ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കാതിരുന്നത്? ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ കീഴിൽ ന്യൂനപക്ഷങ്ങളാണ് ഇവരെല്ലാവരും, അദ്ദേഹം ഉൾപ്പെടുന്ന അധസ്ഥിത വിഭാഗങ്ങളും. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഒന്നാണ്. അപ്പോൾ ആവശ്യങ്ങൾ ഒന്നാണ്. ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ചു കൂടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പരസ്പരം കുത്തിത്തിരിക്കുന്നത് അത് നിങ്ങളുടെ സ്വഭാവമാണ്. ഡോക്ടർ അംബേദ്കറുടെ സ്വഭാവം അതായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും സിഖുകാരെയും ഒക്കെ ആ ന്യൂനപക്ഷങ്ങൾ എന്നുള്ള ലെവലിൽ ഒരേ സ്റ്റാൻഡേർഡിൽ കാണുകയും അവരുടെ അവകാശങ്ങൾ, അതായത് വിവേചനം എന്നുള്ള ആ വിപത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിയമനിർമ്മാണം നടത്തണം എന്ന് പറയാനായിട്ടുള്ള കാരണം അതാണ്.